ആന വളരെ സന്തോഷമുണ്ട്. അപ്പൊ ഇങ്ങനെ ഓരോരുത്തരായിട്ട് അഖിലയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഒരാൾ പറഞ്ഞു ആസിഫിന്റെ ശബ്ദം എടുക്കാൻ, ഒരാൾ പറഞ്ഞു രഞ്ജിനി ഹരിദാസിന്റെ ശബ്ദം എടുക്കാൻ, ഒരാൾ ലക്ഷ്മി നക്ഷത്ര കാര്യം പറഞ്ഞു. അപ്പൊ നവീൻ എന്തെങ്കിലും ചോദിക്കണം. അപ്പൊ നവീൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ നവീൻ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അല്ലല്ല, അപ്പൊ അവിടെ നിന്ന് പ്രൊഡ്യൂസർ ഇങ്ങനെ അപ്പൊ ആ ശബ്ദം നന്നായിട്ട് അഖിൽ അംഗീകരിക്കുന്നതാണ്. ഉടനെ നവീൻ കിട്ടിന്ന് ആന ആനയെന്നല്ല അഹാന അഹാന പറഞ്ഞത്. മറ്റേ സിനിമയല്ലേ പേര് കിട്ടി നിന്റെ തല. ശരി, അഹാനയുടെ ശബ്ദം കേൾക്കാം. എല്ലാരും ഒന്ന് സൈലന്റ് ആയാൽ അഹാനയുടെ ശബ്ദം കേൾക്കാം. ആനയുടെ അല്ല, ആനയുടെ ഞങ്ങൾ ഇവിടെ അനുകരിക്കും. അത് ആക്ച്വലി ഞാൻ അവരുടെ കൃഷ്ണ ഫാമിലിയിലെ 4 സിസ്റ്റേഴ്സിന്റെയും സൗണ്ടാണ് ഇമിറ്റേറ്റ് ചെയ്തത്. അല്ല, ഏറ്റവും മോശമായിട്ട് വന്നതാണ് അഹാന. അപ്പൊ 4 പേര് അനുകരിക്കും. അല്ല, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ കോൺഫിഡന്റ് ആയിട്ടുള്ളത് അതിൽ ദിയ കൃഷ്ണന്റെ വോയിസ് ആണ്. അപ്പൊ ഞാൻ ദിയ കൃഷ്ണന്റെ അപ്പോൾ എൻ്റെ ഈ വീട്ടിനെ പറ്റി പറയുമ്പോൾ നമുക്ക് 4 പേർക്കും ഈ യൂട്യൂബ് ചാനലുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അത് അറിയാം. അപ്പം നമ്മൾ ഈ മറ്റേ റംബൂട്ടാൻ്റെ ഒക്കെ സീസൺ ആവുന്ന സമയത്ത് നമ്മളപ്പോൾ എൻ്റെ വീട്ടിലെല്ലാവരോടും ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു, ഈ റംബൂട്ടാനെല്ലാം പറിച്ചിട്ട് നമുക്ക് റംബൂട്ടാൻ വെച്ചൊരു പായസം ഉണ്ടാക്കി എങ്ങനെ ഇരിക്കുമെന്ന്. പക്ഷേ അത് ഇഷാനിക്കും അവർക്ക് ഇഷ്ടമല്ല അത്. അപ്പം ഞാൻ വിചാരിക്കും അങ്ങനെ ഒരു പായസം ഉണ്ടാക്കി എൻ്റെ കൊച്ചിന് കൊടുത്ത് എൻ്റെ കൊച്ചിനെ കൂടെ ഒരു പായസ കുതിയനാക്കുമെന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ കൊച്ചത് കുടിക്കാറായിട്ടില്ല, അതുകൊണ്ട് ഞാൻ സേഫ് ആണ് എന്തായാലും. എനിക്കൊരു അപേക്ഷയുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്ന് എന്നോടെങ്കിലും പറയുക, അല്ലെ അപ്സരയോട് പറയുക. ദയവ് ചെയ്ത് അവിടെ നിന്ന് അഭിനയിച്ച് കാണിച്ചാൽ എന്റെ നവീൻ അത് മനസ്സിലാക്കാനുള്ള ശേഷിയില്ല. അവൻ അങ്ങനെയാണ് ഞാൻ വളർത്തിയിരിക്കുന്നത്. കോഡ് ഭാഷ എനിക്ക് അവനാകെ കണ്ടിട്ട് നടക്കാനൊക്കെ എന്റെ കുട്ടിക്ക് അതിനുള്ള പ്രാപ്തി ഇല്ല. ദയവ് ചെയ്ത് വിടൂ.